പിന്നെ എങ്ങനെയാണ് ശ്രീധനും മരണമൊന്നും നടക്കാതിരിക്കുക? അമ്മാരി കമന്റ്സ് എല്ലാം ഇന്നലെ വന്നിരുന്നില്ലേ? ഒക്കെ പെണ്ണുങ്ങളുടെ ശത്രു പെണ്ണുങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട്. അപ്പൊ ഞാൻ ഇതിനൊരു റിപ്ലൈ തരൂലെന്ന് വിചാരിച്ചാണ്. ഞാൻ ഇതിനിപ്പോ ഈ കല്യാണ ടൈമും ഈ ഹോസ്പിറ്റൽ കേസും ഒക്കെ പാടിഞ്ഞ് നമ്മള് ഇത് പറഞ്ഞ് നമുക്കൊരു വിരോധികൾ വേണ്ടാന്ന് വിചാരിച്ചാണ്. വേറെ ഒന്നുമല്ല, ഒരുപാട് കമന്റ്സ് കിട്ടും. കാരണം എന്താണ് സിറ്റുവേഷൻ എന്നും അറിയാതെയും എന്തൊക്കെ ഒരു കമന്റ്സാണ്. നിങ്ങൾ അതൊന്നും കൊടുത്താൽ പോരാ, നിങ്ങൾ 200 പാവം കൊടുക്കണം, 100 പാവം കൊടുക്കണം, 100 പാവം കൊടുക്കണം. അപ്പൊ ഈ കമന്റ്സ് ഇടുന്നൊക്കെ സ്ത്രീകളാണ് കമന്റ്സ് ഇടുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു പണ്ടത്തെ ഒരു ആചാരമാണ് അല്ലേ സംഭവം. നിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ സ്ത്രീയാണ് എന്ത് ധനം അല്ലേ? കാരണം വേറൊരു വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നിന്ന് അവരെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ സ്ത്രീനെ നമ്മൾ ധനമായിട്ട് കാണും. അല്ലാതെ നമ്മളവിടെ വീട്ടിൽ കടം വാങ്ങിയിട്ടും ഒരു പൈസ കൊടുത്തിട്ട് ആ പൈസക്ക് മൂല്യം കണക്കാക്കണതല്ല. ഇപ്പൊ പണ്ടത്തെ കുറെ സ്ത്രീധനം അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇപ്പൊ ഒരു വീട്ടിലിപ്പോ 2-3 മരുമക്കളുണ്ട്. അതിൽ ഒരു മകൻ കെട്ടിയത് ചിലപ്പോ 50 പവനായിട്ടാവും അല്ലേ? രണ്ടാമത്തെ പവൻ കെട്ടിയപ്പോ ചിലപ്പോ 55 പവനായിട്ട്. അപ്പൊ 50 പവനുള്ളൂ താഴെ പോയി 5 പവനും പാടെ മൂല്യം വന്നു. മൂന്നാമത്തെ മകൻ കെട്ടിയത് ചിലപ്പോ 10 പവനോ 5 പവനോ ഒക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യം കട്ട പോകുകയാണ്. അല്ല, അങ്ങനെയാണ് ഈ സ്ത്രീധനം പോലെ അങ്ങനെ വരുന്നത്. അതിപ്പോ നമ്മളന്നെ സർവ്വസാധാരണയായിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് കാണണം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അത് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും എല്ലാതുമാതിരി കൊടുത്തോളന്നോ കൊടുക്കാൻ പറ്റിയെന്നോ ചിലവർക്ക് അത് ഇഷ്ടപ്പെടും, അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു, ചക്കര കല്യാണം വരുമ്പോ തന്നെ ഞാൻ ചക്കരനോട് പറഞ്ഞു, എന്താ പറഞ്ഞ സ്ത്രീധനമൊന്നും ഇല്ലാതെ ആരാണോ എന്നെ കെട്ടി പോണത് ഓലപ്പറ്റി പൊയ്ക്കോന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെന്തായാലും കൊടുക്കും. പക്ഷെ ഈ കമന്റ്സ് കണ്ടപ്പോ അല്ലേ, അതായത് ഇവിടെ വന്നപ്പോ ഒരുപാട് കമന്റ്സ് പറഞ്ഞു, എന്താ പെണ്ണുങ്ങള് 200 ഇടണം 500 ഇടണം എന്നൊക്കെ പറയും. അല്ല, ഞാൻ ചിലപ്പോ അതൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാവാം. എൻ്റെ ഒരു കാര്യം പറയാനുള്ള കേസ് എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അതൊന്നും നല്ലൊരു പ്രവണതയല്ല. നമ്മൾ കൊടുക്കണ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറയുന്നത് അതന്നെ കൊടുക്കാൻ പാടില്ല ഒന്നുമില്ലാതെ അതല്ല. അത് അവൾക്ക് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ലൈറ്റ് വെയിറ്റ് സാധനങ്ങൾ അവൾക്ക് കിട്ടുന്ന അവളുടെ ആഗ്രഹം. ഇപ്പൊ ഇത്ര കല്യാണത്തിന്റെ ടൈം കല്യാണം കഴിഞ്ഞ് പോയതിനൊന്നും കിട്ടിയെന്നൊന്നും വരില്ല. അത് സ്ത്രീധനായിട്ട് നമ്മൾ കൊടുക്കണതല്ല അല്ലേ? അതായത് ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോസിലും സ്ത്രീധനം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീധനാണെന്നുണ്ടെങ്കിൽ കല്യാണം നടക്കൂല. എനിക്ക് അതിനോട് താല്പര്യമല്ല, ഉള്ള കാര്യം ഞാൻ പറയാലോ, എനിക്ക് താല്പര്യമില്ല. അപ്പോ അങ്ങനത്തെ ഒരു സമ്പ്രദായം വരുമ്പോ ഒരു 200 പാവം കൊടുക്കുക എന്ന് പറയുമ്പോ അത് നിങ്ങളത് സ്ത്രീധനായിട്ടാണ് കാണുന്നത്. ഞാൻ ആ കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ. കാരണം അതിന് വേറെ ആളുകൾ കണ്ടിട്ട് അത് മോട്ടീവ് ആവണ്ട, അതിനെ വെച്ചിട്ട് സംസാരം വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഒരു കമന്റ്സ് കണ്ടു, അത് ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയോ? എന്താണ്, ഈ വീട് പണി എടുക്കുന്നതിന് മുമ്പ് ചക്കരക്ക് കുറച്ച് ഗോൾഡ് അധികം വാങ്ങി വെച്ചൂടെ എന്നുള്ളൊരു കമന്റ്സ് കണ്ടു. അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട് പണിയും ഗോൾഡും ഒക്കെ നോക്കുമ്പോൾ വീട് എന്തായാലും നമുക്ക് ആവശ്യമല്ല. ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജനിക്കണ കുട്ടി എന്റെ മാതിരി ആവരുത് എന്ന് വിചാരിച്ച് അല്ലേ? അങ്ങനല്ല പറഞ്ഞേ, നമ്മളെ മാതിരി അടങ്ങേറാവരുത് എന്ന്. അത് നല്ലൊരു ഞാൻ പറയുമ്പോ മാത്രം വർത്താനം പറഞ്ഞായി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, ഞാൻ ഉദ്ദേശിച്ച കാര്യം മാറിപ്പോയി. അപ്പൊ ഗൈസ്, ഞാൻ വിചാരിച്ച എന്താ, നമ്മളെ മാതിരി അനുഭവിച്ച് സോറി നമ്മളെ മാതിരി അനുഭവിക്കരുത്, അത് എല്ലാ സൗകര്യത്തിലും ജീവിക്കട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. നമ്മുടെ കാര്യം നമ്മൾ നോക്കണമല്ലോ. അപ്പൊ പറയാം പെങ്ങന്മാരെയും വാപ്പാരും ഉമ്മാരെയും കാര്യം നോക്കണ്ടെന്ന്, അങ്ങനെയാണൊന്നുമല്ല. അങ്ങനെയല്ല, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ? നിങ്ങക്ക് താഴെ മേലെ ആരെങ്കിലും ഉണ്ടോ? ആരാള്? അല്ല, പെങ്ങന്മാരുണ്ട്. അങ്ങനെയല്ല, ആണായിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരുപാട് ആളുകൾ പറയും ഇങ്ങനെ ഒക്കെ ചെയ്തുകൂടെ, നമ്മളെ വരുമാനം എന്താണെന്നോ നമ്മുടെ കാര്യങ്ങൾ എന്താണെന്നൊന്നും ആർക്കും അറിയൂല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് ആന മറക്കണ ഇതൊന്നും കിട്ടുന്നില്ല, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണ തന്നെ ഉള്ളൂ. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഡെപ്പോസിറ്റോ കാര്യങ്ങളല്ല. നേരെ മറിച്ച് ഞാനൊരു യൂട്യൂബോ അല്ലാതെ ആ കൂലിപ്പണി എടുത്ത് ഡെയിലി ആ ഒരു ഒറ്റ നേരത്തെ കൂലി കിട്ടി ഇങ്ങോട്ട് വരുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ 5 പവൻ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് വരും അല്ലേ?
അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ അപ്പൊ അതും പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പൊ അൽഹംദുലില്ലാ നമുക്ക് ഉള്ളത് നമുക്ക് എന്തായാലും എല്ലാ രീതിക്കും നടത്താൻ പറ്റുന്ന രീതിക്ക് ഞാൻ എത്രയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഞാനത് സ്ത്രീധനായിട്ട് കണക്കാക്കണല്ല കേട്ടോ. അത് എപ്പോഴും ഞാൻ പറയാം, സ്ത്രീധനാണെങ്കിൽ കല്യാണം നടക്കില്ല. സ്ത്രീധനാണെന്ന് പറഞ്ഞ ഈ കല്യാണം ഞാൻ നിൽക്കൂല. ഉള്ള എന്റെ കാര്യം പറയാം, ഞാൻ ആ കല്യാണത്തിന് പങ്കെടുക്കൂല. സ്ത്രീധനാണെന്നുള്ള കല്യാണമാണെങ്കിൽ ഞാൻ പങ്കെടുക്കൂല. ഓക്കെ, അതല്ല അങ്ങനെയൊന്നും ഇല്ലാച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ അതിലും വലിയ കമന്റ്സ് നമുക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർ വന്ന് കമന്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര അടങ്ങാറായിട്ടുള്ള കാര്യം. അപ്പൊ പറയും സോഷ്യൽ മീഡിയയിൽ വരുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ ആലോചിക്കേണ്ട സംഭവം ശരിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനിപ്പോ ആ ഒരു വീഡിയോ ഇതിപ്പോ വന്ന് എടുക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ ഭാഗം ക്ലിയർ ആക്കുക മാത്രമാണ്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ സ്ത്രീധനായിട്ടുള്ള കല്യാണം അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ കൊടുക്കണത് ഓൾക്ക് ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അതിൽ കമന്റ്സ് വന്നു, നിങ്ങൾക്ക് എന്താണ് വീട് വെക്കണത്, വീടൊക്കെ പിന്നെ വെച്ചാൽ മതി. വീട് അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ഇപ്പം അത് നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ പിന്നാക്കാവുകൊണ്ട് ഞാൻ നിർത്തി വെച്ചു. ഉള്ളപ്പോഴേ ചെയ്യുന്നുള്ളൂ. കാരണം ചിലപ്പോൾ എല്ലാ ഇതിലും ലാസ്റ്റിലേക്ക് നമ്മൾ കുടുങ്ങിപ്പോകും അല്ലേ. കാരണം എല്ലാതും നമുക്ക് ആവശ്യമാണ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉമ്മ പറയണത് 200 പവൻ കൊടുക്കണമെങ്കിൽ 10 പവൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതൊന്നും വേണ്ട കേട്ടോ, നമ്മൾ കൊടുക്കണില്ല. ഓൾക്ക് ഇടാനുള്ള അത്യാവശ്യം ഓൾക്ക് ഇടാനുള്ള സാധനങ്ങൾ, അതായത് ഒരു കയ്യിലേക്ക്, കാലിലേക്ക്, പിന്നെ കൗത്തിലേക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതും ഓവറായിട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഓൾക്ക് എന്താണ് പക്ഷെ ഞങ്ങളോട് പറഞ്ഞപ്പോഴൊന്നും പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അനക്ക് എന്താണോ ഡെയിലി യൂസ് ചെയ്യാൻ ആവശ്യം അത് പോയിട്ട് എടുത്തു. പിന്നെ ഓളെ കല്യാണത്തിന്റെ കാര്യം ഞാൻ മുൻകൂട്ടി ചെയ്തില്ല എന്നൊന്നും നിങ്ങൾ ആരും പറയരുത്. ആദ്യം 1 വർഷം മുമ്പ് ഞാൻ ഒരു ഗോൾഡ് ഞാൻ അവിടെ എടുത്ത് വെച്ചു ചോദിച്ചോക്കാം. അന്ന് മുതലേ ഞാൻ അതിന്റെ പിന്നിലാണ്. 1 വർഷമായി. കാരണം ഞാൻ അന്ന് മുതലേ ഓരോ സാധനങ്ങള് സ്വർണത്തിന് അന്ന് മുതലേ ഞാൻ ഒരുങ്കൂട്ടി വരലാണ്. അപ്പൊ പിന്നെ ഞാൻ വീട് വെക്കണതിന് മുന്നേ സ്വർണം വാങ്ങിയില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ പറയുന്നതിൽ ചിലപ്പോൾ അഹങ്കാര ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയായിരിക്കും. പക്ഷെ ഇതിലൊരിക്കലും നിങ്ങൾ അഹങ്കാര ഫീലിംഗ് തോന്നരുത്. കാരണം ഭയങ്കര എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യം അങ്ങനെ കമന്റ്സ് വന്നപ്പോൾ അതിന് റിയാക്ട് ചെയ്തെന്ന് മാത്രമാണ്. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. നല്ലൊരു മാസമാണ്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ തന്നെ ഇപ്പൊ ഈ അധികം കമന്റ്സ് മക്കളെ കുറ്റം പറയരുത്. നമ്മൾ തന്നെ ഈ സ്ത്രീകൾ തന്നെ ഇങ്ങനെ, ഞാനല്ല കേട്ടോ, സ്ത്രീകൾ തന്നെ ഇങ്ങനെ ഓരോ കമന്റ്സ് ഇടുമ്പോൾ അത് ഭയങ്കര ഇടങ്ങാറാവും. നിങ്ങളൊക്കെ ഫാമിലിയിൽ ഒരു കുട്ടീനെ ഇറക്കി വിടുമ്പോഴും ഇനിയിപ്പോൾ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു കുട്ടീനെ ഇറക്കി വിടുമ്പോഴും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതൊക്കെ ഒഴിവാക്കപ്പെടണം. അത് ഒഴിവാക്കിക്കണം. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞു പോയ കേസാണ്. മാതിരി കമന്റ്സ് ഒന്നും ഇടല്ല, പോലീസ് വരും വീട്ടിൽ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഞാൻ ഒരുപാട് റിമൂവ് ചെയ്തിരിക്കണേ. എന്തായാലും ചക്കര പാവാണ്, അതിനെന്തെങ്കിലും ആക്കി കൊടുക്ക് ഒക്കെ കുറേ കമന്റ്സ് കണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചക്കര പാവാണെന്നും ചക്കരക്ക് എന്താണ് ആക്കേണ്ടതെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. ഓൾ ആഗ്രഹിച്ച രീതിക്ക് തന്നെ നമ്മൾ കല്യാണം ഇൻഷാ അല്ലാഹ് നടത്തും. വേറെ അല്ലലും തല്ലലും തട്ടലും മുട്ടലും ഒന്നും ഇല്ലെങ്കിൽ അല്ലേ. ഇപ്പോൾ കുറേ നമ്മളെ അവസ്ഥകൾ കുറേ മോശമാണ്. നമ്മൾ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. അതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കല്യാണത്തിൻ്റെ ആയാലും സ്വർണത്തിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും നമ്മൾ 3 ആൾ ഒതുക്കുന്ന പരിപാടി ആവണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ആക്കി വെക്കുന്ന ഒരു കാരണം പാടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അവസ്ഥകൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ മുൻകൂട്ടി ഇതെല്ലാം ചെയ്തു വെക്കുകയാണ് അല്ലേ. കാരണം ഇനി എത്ര പൈസ വരുന്നു എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് അവസാനം കുടുങ്ങി പോകരുത് എന്നുള്ള, വേറെ ആളെന്ന് കൈ നീട്ടരുത് എന്നുള്ളത് വെച്ചിട്ടുള്ളത് നമ്മളൊക്കെ ഒരുങ്കൂട്ടി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇനി ആരും അതിനെ ചൊല്ലിയിട്ട് ഒരു കമൻസോ കാര്യങ്ങളോ വരരുത്. ബാഡ് കമൻസിന് റിയാക്ഷൻ അല്ല, ഞാൻ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയതാണ്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തെറ്റുകൊണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണം അങ്ങനെ ആവും. ഓരോരുത്തർക്കും ഓരോ മരുന്ന്. നല്ല കമൻസ് ഇടുന്ന ആളുകളുണ്ട് അല്ലേ, ഒരുപാട് നല്ല കമൻസ് ഇടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല കമൻസ് ഇടുന്ന ആളുകൾക്ക് ഇതെന്താണെന്നുള്ളത് കറക്റ്റ് അറിയുന്ന ആൾക്കാരാവാം. പക്ഷെ ഇങ്ങനത്തെ കമന്റ്സ് എനിക്ക് തോന്നുന്നു അമ്മായിമ്മ പോലും നടത്തുന്ന ആൾക്കാരാവും അല്ലേ. കാരണം അവർക്കാണ് ഇപ്പൊ 20 പവൻ 30 പവൻ 40 പവൻ 50 പവനൊക്കെ കൊടുത്തൂടെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലണല്ലേ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരാവാന്ന് എനിക്ക് തോന്നണേ. അപ്പൊ നിങ്ങൾ ആ മൈൻഡൊക്കെ മാറ്റി വെക്കുക. പണം ധനമൊക്കെ വരും പോവും, പക്ഷെ അങ്ങനെയല്ലല്ലോ.
സിനുവിന്റെ അമ്മായിമാന്റെ മാതിരി ആയിരിക്കണം. എന്താണ് അതായത് ഞാൻ പറഞ്ഞേ ഇവിടെ എല്ലാവർക്കും ആ പ്രശ്നമില്ല. സിനുവിന്റെ അമ്മായിമാരാ? ഞാന് പിന്നെ പറയ്. ഞാൻ പറഞ്ഞൊരു കോടി ഇവിടുത്തെ നാത്തൂനും അമ്മക്കൊന്നും യാതൊരു പ്രശ്നം. അതാണ് ഇവിടുത്തെ നാത്തൂനും അമ്മായിമ്മക്കൊന്നും യാതൊരു പ്രശ്നമല്ല. ബാക്കി കുറെ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോ ഒരുപാട് ആളുകളുണ്ടാവും, ഒരുപാട് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ പിറ്റന്നാ തരൂ കച്ചൊന്ന് നോക്കട്ടെ, കാലൊന്ന് നോക്കട്ടെ. അത് കൂരിക്ക ഞാൻ അലമാറയില് കൊണ്ടക്ക, ഞാൻ പാത്തക്ക. അമ്മായിമ്മല്ല 4 പുറമുള്ളല്ലോ. ആ നാട്ടുകാര് അല്ല വീട്ടുകാര് കൊണ്ടുപോയി വെക്കുന്ന ആൾക്കാരുണ്ട്. അതുണ്ട്, അത് പോട്ടെ. എന്നിട്ട് ഇത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അതവിടെ നിന്നോട്ടെ, അതിനിപ്പോ എന്താ അലമാറയില് പൂട്ടി വെക്കൂ എന്തിനല്ലേ. ഓക്കെ, അത് ശരിയാ. ഇപ്പൊ തന്നെ പോയിട്ട് ആ പെണ്ണിന് കണ്ടോല്ലേ അതിന്റെ കാതിലും കൂടി ഇല്ല. ഇങ്ങനെ കുറ്റം പറഞ്ഞു അങ്ങനെയാണ് ഒരു കുട്ടീനെ ഇറക്കി വിടുക. അങ്ങനെ ഒരു കുട്ടീനെ ഇറക്കി വിടുക അങ്ങനെയൊന്നും മക്കളെ അതൊന്നും ശാശ്വതമല്ല അല്ലേ. മരിച്ചു പോകുമ്പോഴൊന്നും കൊണ്ടുപോകില്ല. ആ ഒരു അവസാന കാലത്ത് ഈ മരുമക്കളെ നോക്കാണ്ടാവും. അത് ചിന്തിച്ചോളി നിങ്ങള്. മക്കളൊക്കെ കെട്ടിച്ച വീട്ടിൽ പോയിരിക്കും. അവസാനം ഒരു പച്ചവെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താവും, മരുമക്കളെ കയ്യിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഓലെ എങ്ങനെ ഇടങ്ങാറാക്കി കുത്തി നോവിച്ചാലൊന്നും നടക്കുന്ന കാര്യമാവില്ല. അതൊക്കെ ഇപ്പോഴത്തെ കാലമാണ്, ജനറേഷൻ മാറിയിരിക്കണേ. എല്ലാ അനാഥാലയത്തിലും വൃദ്ധസാധനത്തിലൊക്കെ കൊണ്ടാക്കും. ഞാൻ പറയില്ല. ഓക്കെ, അപ്പോൾ ആ സ്ത്രീയാണ് ധനം എന്നുള്ളത് വെച്ചിട്ട് ഞാൻ ഈ കണ്ടന്റ് അവസാനിപ്പിക്കുന്നത്. കണ്ടന്റ് ആയിട്ട് കണക്കാക്കരുത്. ഇന്നലത്തെ ഒരുപാട് കമന്റ്സ് ഒക്കെ ഡിലീറ്റ് ആക്കിനെ. ഞാൻ വേണമെങ്കിൽ എനിക്കത് എടുത്ത് വെച്ച് കാണിക്കാറുണ്ട്. ഒക്കെ ഡിലീറ്റ് ആക്കിനെ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഒരുപാട് റിയാക്ടിങ് കമന്റ്സും അതിലുണ്ടായിരുന്നു. എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ആർക്കും നമ്മൾ അഹങ്കാരം കൊണ്ട് അതുകൊണ്ട് പറയുന്നത് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണമല്ലോ അല്ലേ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അപ്പം അത് ക്ലിയർ ആക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.